ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പാട്ട്, ബഹളം, ചെണ്ടമേളം ഒക്കെ കേൾക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. മാക്സിമം സൗണ്ട് ഉള്ളിലേക്ക് കടക്കാത്ത രീതിക്കൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും എനിക്കിവിടെ നല്ല ബഹളം പുറമേ നിന്നുള്ളത് കേൾക്കുന്നുണ്ട്. സോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ഇനി ഈ ആഴ്ച എനിക്കിത് ഹയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ചെറിയ ഡിസ്റ്റർബൻസ് എല്ലാം ഒന്ന് സഹകരിക്കുക അത്രമാത്രം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു സൺഡേ ആണ്, എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു ദിവസമാണ്. കുറേ ആളുകൾക്ക് കുറേ ഫങ്ഷൻസ് ഉണ്ടാവും. ഈ ഒരു ടെക് ലോകത്തെ കുറച്ച് വാർത്തകളൊക്കെ കേട്ടിട്ട് തന്നെ ഈ ഒരു ദിവസം ആരംഭിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നോട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ഒരു തരത്തിലും മടി കാണിക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലോട്ട് കടക്കാം. നത്തിങ് ഫോൺ 2A ഈ ഒരു ഫോണിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കുറച്ചായി. എങ്ങനെയാണ് അവർ ഇങ്ങനെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് അറിയില്ല കേട്ടോ. ഈ കാൽപേ എന്ന് പറയുന്ന വ്യക്തി ഇതിന് മുന്നേ നോഡ് സീരീസുകൾ ഇറക്കിയപ്പോഴും ഇതിനേക്കാൾ വലിയൊരു ഹൈപ്പായിരുന്നു ആ ഒരു സമയത്തും വന്നത്. പിന്നെ നത്തിങ് ഫോൺ 1ഉം നത്തിങ് ഫോൺ 2 ഒക്കെ വരുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ലോകം ഇവർക്ക് വേണ്ടിയിട്ട് വഴിമാറി കൊടുക്കുകയായിരുന്നു. അതേ അവസ്ഥ തന്നെയാണ് നത്തിങ് ഫോൺ 2A വരുമ്പോഴും. എല്ലാവർക്കും സംസാരിക്കാനുള്ളത് ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. എങ്ങനെ ഈ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം മാർച്ച് 5 അവസാനിക്കുകയാണ്. സ്പെക്ക് കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡിസൈനാണ്, കാരണം ഒരുപാട് ഡിസൈനുകൾ ഇപ്പോൾ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേതാണ് ഫൈനൽ ഡിസൈൻ എന്നുള്ളത് മാർച്ച് 5 അറിയാം. OnePlus 12R എന്ന് പറയുന്ന ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള വിവാദങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കാരണം അവർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് UFS 4.0 ആണെന്നാണ് പറഞ്ഞിരുന്നത്. ഏത് 256 GB വേരിയൻറ്റിൽ. പക്ഷേ എല്ലാ വേരിയൻറ്റിലും 128 ആണെങ്കിലും 256 ആണെങ്കിലും എല്ലാത്തിലും UFS 3.1 ആണ് എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ വെബ്സൈറ്റിൽ അത് ഒരു തിരുത്തിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ വലിയൊരു വിവാദം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്വിറ്റർ തുറന്നു കഴിഞ്ഞാൽ OnePlusനെ തെറി വിളിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്. സംഭവം അത് അവർ കേൾക്കാൻ ബാധ്യസ്ഥർ തന്നെയാണ് കേട്ടോ. തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതിനുള്ളൊരു പരിഹാരം എന്നോണം ഈ ഫോൺ എടുത്തിട്ടുള്ളവർക്ക്, അതായത് 256 GB വേരിയൻ്റ് എടുത്തിട്ടുള്ളവർക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ മാർച്ച് 15 OnePlusൻ്റെ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫോൺ കൊടുത്ത് അതിൻ്റെ റീഫണ്ട് കിട്ടുന്നതാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ നിരാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. മാർച്ച് 15 വരെയാണ് ഡേറ്റ് ഞാൻ കണ്ടത്. ഒന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റൊക്കെ ഒന്ന് നോക്കി ഒന്ന് കൺഫേം ചെയ്യുക. സോ അങ്ങനെ ഒരു നല്ലൊരു ഓപ്ഷൻ വീണ്ടും OnePlus കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവർ ചെയ്തത് മോശം തന്നെയാണ്. ബോസിൻ്റെ സൈഡിൽ നിന്ന് അൾട്രാ ഓപ്പൺ എന്ന് പറയുന്ന ഒരു പുതിയ ഇയർബഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ്. അതിൻ്റെ ഷേപ്പ് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. കാണുമ്പോൾ നമുക്ക് ചെവിട്ടിൽ നിന്ന് ഊരിപ്പോരുന്ന പോലെ ഒരു തോന്നലൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊന്നും പോരില്ല എന്നാണ് അവരുടെ സൈറ്റിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. IPX4ൻ്റെ റേറ്റിംഗും കൊടുത്തിട്ടുണ്ട്. 7.5 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പും കിട്ടുമെന്നാണ് ബോസാണ് പറയുന്നത്. അതുകൊണ്ട് അത് കിട്ടും തീർച്ചയായിട്ടും. $299 ഇതിൻ്റെ US പ്രൈസ്, അമേരിക്കയിലെ പ്രൈസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലോട്ട് നിലവിൽ ഇത് അവൈലബിൾ ആയിട്ടില്ല, പക്ഷേ വരും ദിവസങ്ങളിൽ വരും. ഏകദേശം ഒരു 30,000 രൂപ റേഞ്ചിലൊക്കെ വരാനുള്ള ചാൻസാണ് ഉള്ളത്. വിവോ V30 Pro എന്ന് പറയുന്ന 2 ഫോണുകൾ അധികം വൈകാതെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ആവുന്നുണ്ട്. ഇതിൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം റീറ്റെയിൽ ഷോപ്പുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സോ അധികം വൈകാതെ ഇതിൻ്റെ ലോഞ്ച് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ 2 ഫോണുകളാണ് വരുന്നത്. V30 Pro എന്ന് പറയുന്ന ഫോൺ. ഇതിൽ V30യുടെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. 5000 mAh ബാറ്ററി ഉണ്ടാവും. 50 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് ഇത് വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി V30 Proയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ സ്പെക്ക് വിട്ടിട്ട് നമുക്ക് അവിടെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 4 ക്യാമറ പുറകിലുണ്ടായിരിക്കും. അതും സീസിൻ്റെ കോട്ടിങ്ങും അവിടെ ഉണ്ടാവും. സോ നല്ലൊരു ക്യാമറ ഔട്ട്പുട്ട്, ക്യാമറ റിസൾട്ട് നമുക്ക് ഇതിൻ്റെ പ്രോ വേരിയൻറ്റിൽ നിന്ന് കിട്ടും. ഈ X സീരീസ് അല്ലാതെ വിവോൻ്റെ V സീരീസിലോട്ട് ഈ സീസിൻ്റെ കോട്ടിങ് വരുന്ന ആദ്യത്തെ ഫോണും Vivo 30 Pro എന്ന് പറയുന്ന മോഡലായിരിക്കും. മോട്ടോറോള Moto G04 എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 22 മുതൽ നമുക്ക് ഈ ഒരു ഫോൺ ഫ്ലിപ്കാർട്ടിലൂടെ വാങ്ങാനായിട്ട് സാധിക്കും. 4 GB റാം, 64 GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന വേരിയൻറ്റിന് 6,999 രൂപ. 8 GB റാം, 128 GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന വേരിയൻറ്റിന് 7,999 രൂപ. സോ ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫെബ്രുവരി 22 തന്നെ വിവോ Y200E എന്ന് പറയുന്ന 20,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു വിവോ ഫോൺ കൂടി വരുന്നുണ്ട്. Y സീരീസിലുള്ള ഒരു ഫോൺ വരുന്നുണ്ട്.
ഇതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 5000 mAh ബാറ്ററി, AMOLED ഡിസ്പ്ലേ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇനി 20,000 രൂപയ്ക്ക് താഴെ മറ്റൊരു Y സീരീസിലുള്ള വിവോയുടെ ഫോൺ വരുന്നുണ്ട്. നോയ്സ് ലൂണ റിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞ വർഷം 2023 നവംബർ മാസത്തിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2 പുതിയ കളർ വേരിയൻറ്റും കൂടി ഇപ്പോൾ നോയ്സ് പുറത്തിറക്കിയിട്ടുണ്ട്. സൺലൈറ്റ് ഗോൾഡും അതേപോലെ തന്നെ റോസ് ഗോൾഡ് എന്ന് പറയുന്ന 2 കളർ വേരിയൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 19,999 രൂപയാണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. സോ താല്പര്യമുള്ളവർക്ക് നോക്കാം. എന്തായാലും സാംസങ്ങിൻ്റെ ഒരു ഗാലക്സി റിങ്ങും അധികം വൈകാതെ പുറത്തിറങ്ങുന്നുണ്ട്. ഓണർ X9B എന്ന് പറയുന്ന ഒരു പുതിയ ഫോൺ ഓണറിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. താഴെ വീണ പൊട്ടാത്ത ഫോൺ, വലിച്ചെറിഞ്ഞ പൊട്ടാത്ത ഫോൺ, ഭയങ്കര ഹാർഡായിട്ടുള്ള ഫോൺ എന്നൊക്കെയുള്ള കുറേ വിശേഷങ്ങൾ കൊണ്ടാണ് ആ ഒരു ഫോൺ വരുന്നത്. എനിവേ 26,999 രൂപയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അത് അവൈലബിൾ ആണ്. എക്സ്ക്ലൂസീവ്ലി ഞാൻ ഒരിക്കലും കണ്ടില്ല, 2 വെബ്സൈറ്റിലും ഉണ്ട് എന്നാണ് ഞാൻ വായിച്ചത് എന്നാണ് ഒരു ഓർമ്മ. എന്തായാലും നിങ്ങൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ഇനി ഇതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 108 മെഗാ പിക്സലിൻ്റെ മോഷൻ ക്യാപ്ചർ ക്യാമറ കൊടുത്തിട്ടുണ്ട്. 2 കളർ വേരിയൻറ്റിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. മിഡ് നൈറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ സൺറൈസ് ഓറഞ്ച് എന്ന് പറയുന്ന മറ്റൊരു കളറിലും. കാണാനൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. എനിവേ താല്പര്യമുള്ളവർക്ക് നോക്കാം. ATM പേയ്മെൻറ്റ് ബാങ്കിന് കിട്ടിയിട്ടുള്ളൊരു പണി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അവർക്ക് ഇനി ഒരു തരത്തിലുള്ള ട്രാൻസാക്ഷനും ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു RBI റിസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. അതിന് പുറകെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI അവരുടെ ഓതറൈസ്ഡ് ബാങ്കിങ് ലിസ്റ്റിൽ നിന്ന് ഈ Paytm പേയ്മെൻറ്റ് ബാങ്കിനെ ഒഴിവാക്കിയിട്ടുണ്ട്. സോ ചിലപ്പോൾ ഒരു പക്ഷേ ഇനി Paytm പേയ്മെൻറ്റ് ബാങ്ക് വഴി ആ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ Paytm ആ ഒരു വാലറ്റ് റീചാർജ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അധികം വൈകാതെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ചെയ്യും എന്നുള്ളത് Paytmൻ്റെ സൈഡിൽ നിന്നും വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ നോർമൽ Paytm ഉണ്ടല്ലോ, UPI, അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. പക്ഷേ ഇത് Paytm പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് വേറൊരു സെക്ഷനാണ്. ബേസിക്കലി എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ അത് പോയി എന്ന് കരുതിയിട്ട് നമ്മുടെ UPI ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഷെയറുകളോ ഗോൾഡുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇത് എഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. പിന്നെ തേർഡ് പാർട്ടി ബാങ്കുകൾ ഇതിലോട്ട് വരുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ ഉള്ള ആ ഒരു റിസ്ട്രിക്ഷൻ കൂടി നിലവിൽ ഒഴിവായി കിട്ടും. സോ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വഴിയെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊന്ന് കുറച്ച് വരിക എന്ന് മാത്രം, അത്രയും ഇതിൽ ചെയ്യാനായിട്ടുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ പേടിക്കേണ്ട ആവശ്യമില്ല. റിയൽമി 12 സീരീസിൽ പുതിയൊരു ഫോൺ കൂടി വരാനായിട്ട് പോകുന്നു. റിയൽമി 12 പ്ലസ് എന്നാണ് അതിൻ്റെ പേര് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ടീസർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സോ കുറച്ചും കൂടി പ്രൈസ് കുറവായിരിക്കും. പക്ഷേ അതിൻ്റെ ആ ഒരു പ്രീമിയം ഡിസൈൻ ഉണ്ടല്ലോ, ആ ബാക്കിലുള്ള ആ ഒരു സ്ട്രിപ്പിൻ്റെ ഡിസൈൻ, വാച്ചിൻ്റെ ഡിസൈനൊക്കെ അതൊക്കെ അതേപോലെ തന്നെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ Dimensity 7050 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 5000 mAh ബാറ്ററി, 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വരുന്ന ഒരു 20,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു 12 സീരീസിലുള്ള ഒരു ഫോൺ. സോ അധികം വൈകാതെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ എല്ലാം പുറത്ത് വരുന്നതായിരിക്കും. ഇൻഫിനിക്സ് ഹോട്ട് 40i എന്ന് പറയുന്ന ഒരു ഫോൺ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സെയിൽ 21 ഫ്ലിപ്കാർട്ടിലൂടെ നടക്കുന്നതാണ്. സോ താല്പര്യമുള്ളവർക്ക് അത് നോക്കാം. 8GB 256GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന വേരിയൻറ്റിന് 9,999 രൂപയാണ് പ്രൈസ് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അത്രയും ഇൻറ്റേർണൽ മെമ്മറി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പ്രൈസ് സെഗ്മെൻറ്റ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് യൂണിസോക്കിൻ്റെ T606 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്. സോ വലിയൊരു ഔട്ട്പുട്ട് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു നോർമൽ റേഞ്ചിലുള്ള ഫോൺ നോക്കുന്നവർക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, കാവിയർ എന്ന് പറഞ്ഞിട്ട് പ്രീമിയം പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. നമുക്കൊന്നും അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കാനേ സാധിക്കില്ല, അത്രയ്ക്കധികം വിലയായിരിക്കും. എനിവേ ഈ ഒരു വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് അവർ കുറച്ച് ലിമിറ്റഡ് എഡിഷൻ പ്രൊഡക്റ്റുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ആപ്പിളിൻ്റെ എയർ ടാഗ്, ആപ്പിൾ 15 Pro Maxൻ്റെ വിവിധ തരം ജെംസുകളുണ്ടല്ലോ, 18 കാരറ്റ് 24 കാരറ്റ് ഗോൾഡിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ഫോണുകൾ, iPhone 15 Pro Maxകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ എയർ ടാഗിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $590. അതായത് നോർമൽ ഇന്ത്യൻ പ്രൈസിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 49,000-50,000 രൂപ പ്രൈസ് വരും. സാധാരണ എയർ ടാഗ് വാങ്ങാനായിട്ട് 3,000 രൂപയ്ക്ക് താഴെയാണ് പ്രൈസ് വരുന്നത്. സോ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൂടാതെ ഈ ഒരു iPhone 15 Pro Max ഉണ്ടല്ലോ, അതിൽ കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന പോലെ ഗോൾഡും എമറാൾഡ് ജെംസ് കാര്യങ്ങൾ, എമറാൾഡ് മാത്രമല്ല ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള ജെംസ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം $8,000 മുകളിലാണ്. പിന്നെ അത് 60,000 വരെ ഉണ്ട് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചത്. സോ 8,000 60,000 എന്നൊക്കെ പറയുമ്പോൾ ലക്ഷക്കണക്കിനാണ്. 60,000 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 49 ലക്ഷത്തോളമൊക്കെ ആയിട്ടുണ്ട്. സോ നമുക്കുള്ളതൊന്നല്ല, അതൊക്കെ വേറെ ലെവലിലുള്ളതാണ്.
ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 999 യൂണിറ്റുകൾ മാത്രമാണ്, അത്രയും ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റുകളെല്ലാം അവർ പുറത്തിറക്കിയിട്ടുള്ളത്. സോ നിങ്ങളുടെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടെങ്കിൽ, മറ്റാൾ പറഞ്ഞില്ലേ 1600 കോടി രൂപ കയ്യിലെടുക്കാനുണ്ടോ, ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു പെൻഡ് ഹൗസ് തരും. അതേപോലെ തന്നെ ഒരു 40 ലക്ഷം എടുക്കാനുണ്ടോയെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാവിയറിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ഐഫോണുകൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെയാണ് ഈ ആഴ്ചത്തെ വാർത്തകൾ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. കാരണം ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ന്യൂസുകളൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് വരുന്നത്. 50-60 വ്യൂസിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു വീഡിയോസ് കയറി പോവുള്ളൂ. സോ കാണുന്നവരെല്ലാവരും ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വെറുതെ ലൈക്ക് അടിച്ചിട്ട് പോയിക്കോളും, അത്രമാത്രം. ഇനി ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം. അടുത്തൊരാഴ്ച വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി സൺഡേ. ഗുഡ് ബൈ.